പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിനന്ദനായ സേവ്യർ പോളിക്കപ്പോസ് തിരുമേനി, സഭാ സ്ഥാനികളെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, എല്ലാ പ്രാവശ്യവും ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തുകയും നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യവും ബാരിക്കേഡുകൾ വളരെ ബലവത്തായി കെട്ടിയിട്ട് ക്യാമറ എല്ലാ ദേശത്തും വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്രാവശ്യം ബാരിക്കേഡിന്റെ ആ ശക്തി, ബലം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം മറുഭാഗത്തുനിന്ന് വരാനും ആരുമില്ല എന്ന് ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ബാരിക്കേഡിന്റെ ശക്തി കുറഞ്ഞു. പക്ഷെ ക്യാമറ കാണും. ഈ ക്യാമറ വെക്കുന്നതിന്റെ പണം കൊടുക്കേണ്ടത് നമ്മളും കൂടെയാണെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. പക്ഷെ നമ്മളിപ്പോ കൊടുക്കാറില്ല. ബാരിക്കേഡിന്റെ ഒക്കെ പൈസ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. 2 വർഷം മുമ്പുള്ള ഒരു പെരുന്നാളിന് ക്യാമറ ദൃശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ, വിവരാവകാശ നിയമം വെച്ച് ക്യാമറയിൽ പകർത്തിയ ദൃശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് വലിയൊരു അനീതി ജില്ലാ കളക്ടർ നടത്തുന്നു എന്നുള്ളതായിരുന്നു. കാരണം നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉൾപ്പെടെ നമ്മുടെ തിരുമേനിമാരും വൈദിക ശ്രേഷ്ഠരും ജനങ്ങളും ഒക്കെ ആ കബറിംഗിലേക്ക് പോയപ്പോ മൊബൈൽ ഫോൺ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിങ്ങ് തരണം എന്ന് വരെ പറഞ്ഞ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചു വാങ്ങി ഇവിടെ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ കളക്ടറുടെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജില്ലാ കളക്ടർ ഒരു പെട്ടിയുമായി വരുന്നു. പെട്ടിക്കകത്ത് നിന്ന് എന്തെന്ന് കളക്ടർക്കറിയാത്ത കാപ്പ എടുത്ത്, കാപ്പ ഒരു തിരുമേനിയെ ശ്രേഷ്ഠ കാതോലിക്ക എന്ന് വിളിക്കുന്ന ആളിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാ മടക്കേണ്ടതെന്ന് അറിയാത്ത കളക്ടർ പെട്ടെന്ന് ചുരുട്ടിക്കൂട്ടി പെട്ടിക്കകത്താക്കി കൊടുത്തുവിടുന്നു. ഇതാണ് എറണാകുളം ജില്ലാ കളക്ടറുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ജോലി അതാണ്. എന്നാൽ 2010 വരെ ഇവിടെ ഒരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. 3 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ഒരു ജില്ലാ കളക്ടർ. ഞാനിത് വനിതകളുടെ സമ്മേളനത്തിലായതുകൊണ്ട് എടുത്തു പറയുന്നു. അതൊരു വനിതയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിനില്ലാത്ത പലതും ആ വനിതയായ മാന്യ മഹതിക്കുണ്ടായിരുന്നു. നട്ടലുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഇവിടെ യാതൊരു അനീതിയും നടന്നില്ല. കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. എന്തിനാണ് സിവിൽ സർവീസ് പാസ്സാകാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ ഈ ചുമതലയിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എറണാകുളം ജില്ലയിൽ യാക്കോബായക്കാർക്ക് എന്തെങ്കിലും അനീതി നടപ്പിലാക്കി കൊടുക്കുന്നതിന്, നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം കോലഞ്ചേരിയിൽ കോടതി വിധിയുമായി വന്ന നമ്മളോട് വളരെ അനീതിയോടെ ക്രൂരമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കളക്ടർ, തൊട്ടടുത്ത് പുത്തൻകുരിശിൽ നമ്മളോട് അതിനേക്കാൾ ക്രൂരമായി യാക്കോബായ സഭയ്ക്ക് അനുകൂലമായി മറ്റൊരു നീതി അവിടെ നടപ്പിലാക്കുന്നു. എന്താണ് ഈ കളക്ടറുടെ പ്രവർത്തനം? ഭരണാധികാരികൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകും. ക്രിസ്മസിന്റെ സന്ദേശം വാങ്ങുന്നതിന് വേണ്ടി ഏതോ ചാനല് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ സമീപിച്ചപ്പോ എന്തോ ചോദിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് എന്തോ അഭിപ്രായം ചോദിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോട് കൽപ്പിച്ചു, ഗുജറാത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭരണം നടക്കുന്നു എന്നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. എന്റെ സുഹൃത്തുക്കൾ, പരിചയക്കാരൊക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ
മതസഹിഷ്ണുത ഉറപ്പാക്കുമെങ്കിൽ ആ ഭരണത്തിന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് കോൾ വന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെ കുറിച്ചും ഈ സഭയെ കുറിച്ചും പഠിക്കുന്നതിന് ഡൽഹിയിൽ നിന്ന് ഇവിടെ അന്വേഷണം വന്നിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭ ചെറുതാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും. CBIയെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ ഒരു MP-യുടെ നേതൃത്വത്തിൽ പോയി CBIയെ കൈകാര്യം ചെയ്ത് ഒരു പ്രതിയെ രക്ഷിച്ചുവെങ്കിൽ, മലങ്കര വർഗീസിന്റെ ഘാതകരെ രക്ഷിച്ചുവെങ്കിൽ, ഇനിയും ഒരു അന്വേഷണം മെയ് മാസത്തിനു ശേഷം വരികയാണെങ്കിൽ ആ യഥാർത്ഥ പ്രതികളെ പിടികൂടപ്പെടുന്ന ഒരു സംവിധാനമായിരിക്കും അന്ന് ഇന്ത്യയിൽ ഉണ്ടാകുക. ഞാനീ പറഞ്ഞത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വളരെ ആലോചിച്ച് വളരെ പഠിച്ച് മാത്രം ചില കാര്യങ്ങൾ പറയും. ചില ആളുകൾ ആദ്യം അത് വലിയ കാര്യമായി ഗൗനിക്കാറില്ല, പക്ഷേ പിന്നീട് അനുഭവിക്കുമ്പോൾ പഠിക്കാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലങ്കര സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ട് എന്ന് മലങ്കര സഭയുടെ ആളുകൾക്ക് തോന്നിയാൽ ആ തോന്നൽ ഒരു വലിയ മാറ്റത്തിന് വഴിവെക്കും. യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഇവിടെ പരിശുദ്ധ വലിയ ബാബ തിരുമേനി ഈ പള്ളിക്കകത്ത് ഇരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വരെ വന്നു. പള്ളിക്കകത്ത് കയറി, ബോട്ടിട്ട പള്ളിക്കകത്ത് കയറി ഇവിടെ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. നമുക്ക് അന്ന് നിയമസഭയിൽ MLA ഇല്ലാതിരുന്നത് കൊണ്ടല്ല, നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച MLA അന്നും നിയമസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. തിരുവനന്തപുരത്ത് നമ്മുടെ ആളുകളെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. സമാധാനപരമായി ഒരു പ്രകടനം നടത്തിയ നമ്മുടെ ആളുകളെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടായില്ല. ഇനിയും നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള MLA-മാരെയും MP-മാരെയും കയറ്റിവിടാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ തീർച്ചയായും മലങ്കര സഭയുടെ വേദന കാണുവാൻ ഈ ഭരണകൂടങ്ങൾക്ക് സാധിക്കും. യാതൊരു തർക്കവുമില്ല. അത് പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ നമ്മൾ നിൽക്കുമെങ്കിൽ വളരെ വലിയൊരു മുന്നേറ്റം മലങ്കര സഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. അപ്പോ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആളുകൾ വരരുത്. CM സ്റ്റീഫൻ അനുസ്മരണം കഴിഞ്ഞ ശനിയാഴ്ച മാവേലിക്കരയിൽ നടന്നു. മലങ്കര സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ കോട്ടയിൽ അദ്ദേഹം മത്സരിക്കുന്നതിന് വേണ്ടി ഇടുക്കിയിലേക്ക് പോകുമ്പോഴും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നീതിക്ക് വേണ്ടി കോട്ടയത്തും പത്തനംതിട്ടയിലും സംസാരിക്കുന്നതിന് മടി കാണിക്കാതിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക തന്റെ മൃതശരീരത്തിൽ പുതയ്ക്കുന്നതിനേക്കാൾ തന്റെ മൃതശരീരത്തിൽ ഓർത്തഡോക്സ് സഭയുടെ കൊടി പുതയ്ക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് കണക്കുകൂട്ടിയ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ ജോൺ ജേക്കബ്, ഈ ജോൺ ഫിലിപ്പോസും ജനപ്രതിനിധികളായിരുന്നപ്പോ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ്. നമുക്ക് അങ്ങനെയുള്ള നേതാക്കൾ നമ്മുടെ സഭയിൽ നിന്ന് വളർന്നു വരേണ്ടിയിരിക്കുന്നു. അത് ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇനിയും ഈ ജില്ലാ കളക്ടറെ കയറൂരി വിട്ട് നമ്മളെ തകർക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഗവൺമെന്റ് ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.